പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും നിങ്ങൾ തികച്ചും ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആരോടെങ്കിലും തുറന്നു പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയുകയോ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ നൊമ്പരങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അത് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. ഈ ലോകം നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളെ പൂർണ്ണമായി അറിയുന്ന, നിങ്ങളുടെ കണ്ണുനീരിന്റെ വില അറിയുന്ന ഒരാളുണ്ട്. അതാണ് യേശുക്രിസ്തു. മനുഷ്യ സഹജമായ ഒരു ആഗ്രഹമാണ് നമ്മളെ ആരൊക്കെയോ മനസ്സിലാക്കണമെന്നുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ജീവിത പങ്കാളി, അങ്ങനെ എല്ലാവരും നമ്മളെ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മിലുള്ള പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നത് വലിയ നിരാശ മാത്രമായിരിക്കും. യേശുവിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നോടൊപ്പം നടന്ന ശിഷ്യന്മാർ പോലും പലപ്പോഴും യേശുവിനെ മനസ്സിലാക്കിയിട്ടില്ല. ഒടുവിൽ ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിൽ, ക്രൂശീകരണത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ടവരെല്ലാം യേശുവിനെ തനിച്ചാക്കി ഓടിപ്പോയി. അതുകൊണ്ട് ഒറ്റപ്പെടലിന്റെയും തെറ്റിദ്ധരിക്കപ്പെടലിന്റെയും വേദന എത്രമാത്രമുള്ളതാണെന്ന് യേശുവിന് നന്നായി അറിയാം. യേശു ആ വേദനയിലൂടെ കടന്നുപോയവനാണ്. ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടും വ്യസനപാത്രവും രോഗം ശീലിച്ചവനുമായിരുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന അതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ നെടുവീർപ്പും മനസ്സിലാക്കാൻ യേശുവിന് സാധിക്കും. മനുഷ്യൻ പുറമേയുള്ള പെരുമാറ്റം മാത്രമേ കാണൂ. ചിലപ്പോൾ സങ്കടം ഉള്ളിലൊതുക്കി നമ്മൾ പുറമേ ചിരിക്കുമ്പോഴും നമ്മൾ സന്തോഷവാനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. എന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ 139 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായൊരു വചനമുണ്ട്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ അത് നന്നായി അറിയുന്ന ദൈവമാണത്. നിങ്ങൾ ആരോടും പറയാതെ രാത്രിയിലെ ഇരുട്ടിൽ തലയണയിലേക്ക് ഒഴുക്കിയ കണ്ണുനീർ കണികകൾ യേശു കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ യേശു കണ്ടിട്ടുണ്ട്. അവൻ നിങ്ങളെ വിധിക്കുന്ന ദൈവമല്ല, മറിച്ച് നിങ്ങളുടെ ബലഹീനതകളിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ്. നിങ്ങൾ പരാജയപ്പെടുമ്പോഴും എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമ്പോഴും അവന്റെ സ്നേഹത്തിന് മാറ്റമുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ ഈ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ഒന്നാമതായി, മനുഷ്യരിലുള്ള അമിത പ്രതീക്ഷകൾ മാറ്റിവെക്കുക. നമ്മളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. രണ്ടാമതായി, യേശുവിനോട് സംസാരിക്കുക. ഒരു സുഹൃത്തിനോടെന്ന പോലെ നിങ്ങളുടെ മുറിയിൽ മുട്ടുകുത്തി നിന്ന് മനസ്സ് തുറന്ന് അവനോട് സംസാരിക്കുക. യേശുവേ, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് ആരുമില്ല, അങ്ങനെ സഹായിക്കണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. മൂന്നാമതായി, വചനത്തിൽ അഭയം കണ്ടെത്തുക. ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. യേശു നിങ്ങളോട് പറയുന്നു: അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ സ്നേഹത്തിലേക്ക് നോക്കൂ. അവിടെ നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തത ലഭിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകിയെങ്കിൽ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് പങ്കുവെക്കാൻ മറക്കരുത്. ദൈവവചനത്തിന്റെ പ്രത്യാശ എല്ലാവരിലും എത്തട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.